പുതിയ ആളോട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇവിടെ പറഞ്ഞത് ഫുൾ ലക്ഷങ്ങളെ കഥയാണ്. റഫീഖ് സാറൊക്കെ 2 lakh 10,000 അടിച്ച് ഫ്രഷ് ആയിട്ട് നിങ്ങളോട് ഫുൾ ഹൈലി മോട്ടിവേഷൻ ആയിട്ടൊക്കെ ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ ലക്ഷങ്ങളുടെ ടേൺ ഓവർ, ലക്ഷങ്ങളുടെ കഥയും കോടികളുടെ ടേൺ ഓവറിന്റെ ലക്ഷങ്ങൾ വരുമാനത്തിന്റെ കഥയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തോണമെന്നില്ല, അത്ര അങ്ങോട്ട് പിടിച്ചോളണമെന്നില്ല. ഞാനിങ്ങനെ പറയാനുള്ള കാരണം എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം 10-15 വർഷമായിട്ട് വർക്ക് ചെയ്തിട്ട് എന്താ പറയാ 15 വർഷം കൊണ്ട് പെർ മന്ത് സാലറി 50,000 ഒക്കെ എത്തിക്കാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, എന്റെ ജോലി കൊണ്ട് എനിക്ക് പറ്റിയിട്ടുള്ളൂ. അവിടെയാണ് എന്ത് പറയുന്നത് 2, 3, 4, 5 വർഷം കൊണ്ടൊക്കെ ലൈഫ് സ്റ്റൈൽ മാറ്റി ലക്ഷങ്ങൾ ടേൺ ഓവറും കോടികൾ വരുമാനമൊക്കെ ആയിട്ട് മാറുന്ന, കോടികൾ ടേൺ ഓവറും ലക്ഷങ്ങൾ വരുമാനമൊക്കെ ആയിട്ട് മാറുന്ന കഥ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു സംശയം ഉണ്ടാവും. യെസ് അല്ലേ? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒരു മാജിക്കും ഇല്ല, ഒരു മിറാക്കിളും ഇല്ല. ബിസിനസ് ആണെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ജോലിക്കാരനാണെങ്കിൽ എന്ത് കിട്ടും, കൂലി കിട്ടും, ശമ്പളം കിട്ടും. ബിസിനസ്സുകാരനാണ് എന്ത് കിട്ടും, ലാഭം കിട്ടും, പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റിന് ലിമിറ്റ് ഉണ്ടോ? പ്രോഫിറ്റിന് ലിമിറ്റ് ഉണ്ടോ? പ്രോഫിറ്റ് ഒരിക്കലും എന്തല്ല, ഒരു ലിമിറ്റഡ് സാധനമല്ല. സാലറിക്ക് ലിമിറ്റ് ഉണ്ടോ? ബോസിന്റെ ആഗ്രഹമാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിന്തയാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത്. കൂലിക്ക് എന്തുണ്ട്, ലിമിറ്റ് ഉണ്ട്. പക്ഷെ പ്രോഫിറ്റിന് ലിമിറ്റ് ഇല്ല. പ്രോഫിറ്റിന്റെ ലിമിറ്റ് തീരുമാനിക്കുന്ന ആരാണ്? ഹലോ, ആരാണ്? ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ പ്രോഫിറ്റിന്റെ ലിമിറ്റ് തീരുമാനിക്കുന്ന ആരാണ്? ട്രഡീഷണൽ ബിസിനസ്സിൽ പ്രോഫിറ്റിന്റെ ലിമിറ്റ് തീരുമാനിക്കുന്ന ആരാണ്? ആ ബിസിനസ്സുകാരനല്ലേ? യെസോർന്നു. ആ ബിസിനസ്സുകാരനാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റിന്റെ ലിമിറ്റ് തീരുമാനിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്കും എനിക്കും നമ്മുടെ പ്രോഫിറ്റ് എത്ര വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം, ഇന്നത്തെ ദിവസത്തെ ഓർക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ലാഭം, നമ്മുടെ വരുമാനം എത്രയാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു പെർമിഷൻ, ഒരു അനുവാദം കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഹലോ, യെസ് ഓർ നോ? അതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വേണേൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പൊ വലിയ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്നവർ എല്ലാവരും ആരാണ്? ജോലിക്കാരാണോ, ബിസിനസ്സുകാരാണോ? വലിയ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന തീർച്ചയായും നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ആരാണ്? അത് ബിസിനസ്സുകാരാണ്. അതെന്തുകൊണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് എന്താണ് ചെയ്യുന്നത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇന്നലെ ഞാൻ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ ഒരു പരസ്യം ഉണ്ടായ ഫേസ്ബുക്ക് ആയിട്ട് വഴി വന്നതാണ്. അജ്മി എന്ന് പറയുന്ന കമ്പനി കേട്ടോ നിങ്ങൾ? പുട്ടുപൊടിയിലും അല്ലെ പൊടിയിലൊക്കെ എത്തുന്നത് അജ്മിയുടെ ഒരു ഡെലിവറിയാണ്. ഭാവനയാണ് അതിന്റെ ഇപ്പൊ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നടി ഭാവനയാണ്. അപ്പൊ അതിന്റെ അകത്ത് ക്യാപ്ഷൻ ആയിട്ട് ഇങ്ങനെ എഴുതിയാണ്, ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക്, അയൽവാസികൾക്ക് പുട്ടുപൊടി കൊടുത്തു തുടങ്ങിയ കമ്പനി ഇന്ന് 500 കോടി ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്ത് 30 വർഷം കംപ്ലീറ്റ് ചെയ്ത ദിവസത്തിലാണ് എന്ത് ചെയ്യുന്നത് ഞങ്ങൾ ഈ പോസ്റ്റ് ഇടുന്നത്. ഹലോ, ഞാൻ പറഞ്ഞു മനസ്സിലായോ? ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക്, അത് അതിന്റെ ഓർഡർ മലയാളിയാണ്, അതിന്റെ ഓർഡർ എന്ത് ചെയ്താണ്, ചുറ്റുവട്ടത്തുള്ളവർക്ക് പുട്ടുപൊടി കൊടുത്തതാ. വീട്ടിൽ നിന്ന് പുട്ടുപൊടി ഭാര്യയെ കൊണ്ട് പൊടിപ്പിച്ചിട്ട് എന്ത് ചെയ്താണ് ചുറ്റുവട്ടത്തുള്ളവർക്ക് കൊടുത്തു തുടങ്ങിയ ആ സ്ഥാപനം ഇന്ന് 500 കോടി ടേൺ ഓവർ ആയിട്ട് 30 വർഷം കംപ്ലീറ്റ് ചെയ്യുക. ഹലോ, അവിടെ എന്താ ചെയ്തത്? അവരെന്താ ചെയ്തത്? ഇന്ന് പുട്ടുപൊടി ആദ്യമായിട്ട് അവർ ഇറക്കിയതാണോ? ആദ്യമായിട്ടാണോ? അജ്മിയാണോ പുട്ടുപൊടി ഇറക്കിയത്? ക്വാളിറ്റി പുട്ടുപൊടി എന്ത് ചെയ്തു? ഞാൻ അജ്മിന്റെ ആളല്ലോ. അപ്പൊ ക്വാളിറ്റി പുട്ടുപൊടി അജ്മിക്ക് നടന്ന കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നോട് ചെയ്തത് ഇങ്ങനെന്ന് പറഞ്ഞാല് ഞാൻ മാർക്കറ്റിലെ അവസ്ഥ പറയാണ്. അപ്പൊ ക്വാളിറ്റി സാധനം എന്ത് ചെയ്തു? ഭാര്യനെ കൊണ്ട് പൊടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? കാക്ക കൊടുത്തതാ. പറഞ്ഞ മനസ്സിലായില്ലേ? അദ്ദേഹം കൊടുത്തതാ. അങ്ങനെ തുടങ്ങിയ അപ്പൊ ആവശ്യക്കാർ കൂടി വന്ന സമയത്ത് എന്ത് ചെയ്തു? അത് ചെറിയ ഷെഡ് ആക്കി, അത് ഫാക്ടറി ആക്കി. പിന്നെ മക്കളൊക്കെ വലുതായ സമയത്ത് അവർ MBA ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എന്ത് ചെയ്തു? വളർത്തി. തുടക്കം എവിടുന്നാണ്? പുട്ടുപൊടി വാങ്ങുന്ന ആളുകളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്താണോ ചെയ്തത്? ഹലോ ഹലോ, പുട്ടുപൊടി ആവശ്യമുള്ള ആളുകളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്താണോ അജ്മി ചെയ്തത്? അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാൻഡ് ചേഞ്ചിങ് ആണ്. യെസ് ഓർ നോ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചേഞ്ചിങ് ആണ്. ആളുകളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്ന ആളുകളാണ് ബിസിനസ്സുകാർ. യെസ് ഓർ നോ? ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ ഇറങ്ങാണ് ബ്രാൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യണം? നാട്ടുകാരുടെ ഡ്രസ്സിന്റെ ഇന്നലെ വരെ ഇവിടുത്തെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഏറ്റവും ലീഡിംഗ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഏതായിരുന്നു? കസവ് കേന്ദ്ര അല്ലെ? കസവ് കേന്ദ്രയുടെ പോലെ ഒരു സ്ഥാപനം തുടങ്ങി നിങ്ങൾക്ക് ആളുകളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാം. യെസ് ഓർ നോ? റിലയൻസ് പോലെയുള്ള സ്ഥാപനം തുടങ്ങി നിങ്ങൾക്ക് ആളുകളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാം.
ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കൊടുത്തോണ്ട്. യെസ് ഓർ നോ? ആലുക്കാസ് പോലെ ജ്വല്ലറി തുടങ്ങിയിട്ട് ആളുകളെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാം. യെസ് ഓർ നോ? ഇതിന് നമ്മുടെ കയ്യിൽ എന്ത് വേണം? കോടികൾ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഇത് റിട്ടേൺ പിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഡിയർ ഫ്രണ്ട്സ്, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റില് ഇൻവെസ്റ്റ്മെന്റ് കുറെ കോടികളല്ലേ. ഇതിവിടെ ചെറിയൊരു സ്റ്റോക്ക്, ഒരു ഹോം സ്റ്റോക്കോ മറ്റോ എടുത്ത് ഒരു ചെറിയൊരു സ്റ്റോക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് എന്ത് ചെയ്യാം? ജനങ്ങളുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? MI ലൈഫ് സ്റ്റൈലിലൂടെ കിട്ടിയിട്ടുള്ളത്. 30 വർഷം കൊണ്ട് 500 കോടി ടേൺ ഓവർ ആണ് അജ്മി ക്രിയേറ്റ് ചെയ്തെങ്കിൽ എനിക്കൊരു അപ്ലൈ ലീഡർ ഉണ്ട്. ആ അപ്ലൈ ലീഡറുടെ പേര് അനീഷ് ബാബു എന്നാണ്. അദ്ദേഹം 500 കോടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് മറ്റൊരു അപ്ലൈ ലീഡർ ഉണ്ട്, മുബീൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 10 വർഷം കൊണ്ട് അദ്ദേഹം 1000 കോടി കംപ്ലീറ്റ് ചെയ്തു. എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഈ സെയിം ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ട് സംഭവിച്ച കഥയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 30 വർഷം കൊണ്ടാണ് ട്രഡീഷണൽ ബിസിനസ്സിലെ അജ്മി 500 കോടി ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് എന്ത് ചെയ്തത്? ഞങ്ങളുടെ പലരുടെ അപ്ലൈ ലീഡേഴ്സ് 1000-500 കോടി ക്രിയേറ്റ് ചെയ്തത്. എല്ലാം ബിസിനസ്സാണ്. നിങ്ങൾ ഇതിനെ എന്താണ് ചെറിയൊരു സോപ്പും പേസ്റ്റും അല്ലെങ്കിൽ ബ്ലഡ് പ്യൂരിഫയറും അല്ലെങ്കിൽ ചവനപ്രാശൊക്കെ ആയിട്ട് കാണുന്നതിന് പകരം ഇതൊരു വലിയ ബിസിനസ് സാമ്രാജ്യമായിട്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്കും പ്രോഫിറ്റ് ഒഴുകാൻ തുടങ്ങും, നിങ്ങളിലേക്കും ലാഭം വരാൻ തുടങ്ങും. ഒരു പേസ്റ്റ് പോയാൽ 5 രൂപ കിട്ടുമെങ്കിൽ 1 കോടി പേസ്റ്റ് പോയാൽ കിട്ടും. ഹലോ, അതോടുകൂടി വെച്ചതാണ് എന്റെ അവസ്ഥ അറിയാം. അപ്പൊ ഒരു പേസ്റ്റ് പോയാൽ 5 രൂപ കിട്ടുമെങ്കിൽ 1 കോടി പേസ്റ്റ് പോയാൽ എത്ര കിട്ടും? ഹലോ 5 കോടി കിട്ടും. ഈ 5 കോടി പേസ്റ്റ് നമുക്ക് ഒറ്റയ്ക്ക് വിൽക്കാൻ പറ്റുമോ? അല്ല, 1 കോടി പേസ്റ്റ് നമുക്ക് ഒറ്റയ്ക്ക് വിൽക്കാൻ പറ്റുമോ? നമുക്ക് ഒറ്റയ്ക്ക് വിൽക്കാൻ പറ്റുമോ? പക്ഷെ ഒരുമിച്ച് നിന്നാൽ പറ്റും. ഒരുമിച്ച് നിന്നാൽ പറ്റും. 5 കോടിയും അതിന്റെ മേലെ ഒക്കെ ടേൺ ഓവർ പെർ മന്ത് 1 crore ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് സാർ വാങ്ങിക്കൊണ്ടിരിക്കും. പെർ മന്ത് 1 crore. ഇത് ബിസിനസ്സിൽ സംഭവിക്കുന്നു. ബിസിനസ്സുകാർക്ക് ഇത് കേൾക്കുമ്പോ അതിശയോക്തിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ശൃംഖല ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും കോടിക്കണക്കിന് പൈസ വിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിലൂടെ അവർ ടേൺ ഓവർ വാങ്ങും. ഇവിടുത്തെ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോടികളും ലക്ഷങ്ങളും ഒന്നും എന്ത് ചെയ്യണ്ട, ഇൻവെസ്റ്റ് ചെയ്യണ്ട. ബിസിനസ് ചെയ്യാൻ ഒരു മനസ്സുമായിട്ട് ഞങ്ങളെ കൂടെ നിന്നാൽ മതി. ഹലോ, ബിസിനസ് ചെയ്യാനുള്ള, ലാഭം ഉണ്ടാക്കാനുള്ള, വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള വലിയൊരു മനസ്സുമായിട്ട് ഞങ്ങളെ കൂടെ നിന്നാൽ മതി. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഡയറക്റ്റ് ചെയ്യാൻ, ഡ്രൈവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ നേരത്തെ കണ്ട ഒരുപാട് ലീഡേഴ്സിനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. മഞ്ജു വാര്യരുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതില് ഫേസ്ബുക്കിൽ. നിങ്ങൾ കണ്ടോ എനിക്ക് അറിയില്ല. കളിയാക്കിയവരുണ്ടാവാം, തകർക്കാൻ ശ്രമിച്ചവരുണ്ടാവാം, തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നവരുണ്ടാവാം. പക്ഷെ തകരരുത്, തകരാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് അവരുടെ സ്റ്റോറി. അവരെ തകർക്കാൻ ഒരുപാട് വരുന്നുണ്ട്. ഒരു സ്ത്രീ അങ്ങോട്ട് നിന്ന് തീരുമാനിക്കുക എന്ത്, എന്റെ പ്രൊഫഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? തിരിച്ചു പിടിക്കാൻ പോവാണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതോ ഒരു കോണിൽ ചിലപ്പോൾ താഴ്ന്നു പോയവരും ഉണ്ടാവാം. യെസ് ഓർ നോ? ഏതോ ഒരു പൊസിഷനില് ആഗ്രഹിച്ച സ്വപ്നങ്ങളൊന്നും പിടിക്കാൻ പറ്റാതെ താഴ്ന്നു പോയവരുണ്ടാവാം. അവർക്ക് ഇന്നലെ വരെ അത് പറ്റാതിരുന്നത് അല്ലെങ്കിൽ അത് തിരിച്ചു വരാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസരമില്ലാത്തതുകൊണ്ടാണ്. യെസ് ഓർ നോ? ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് വ്യക്തിക്കും ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പറ്റില്ല എന്ന് മടക്കി വെച്ച ഒരാളാണെങ്കിൽ പോലും അവർക്ക് പോലും തിരിച്ചെടുക്കാൻ പറ്റുന്ന, ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ എന്നാണ് എനിക്ക് എന്ത് നിങ്ങളോട് പറയാനുള്ളത്. വാരൻ ബഫറ്റ് എന്ന ആളെ കേട്ടോ നിങ്ങൾ? ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: 40 വർഷം മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ എന്താണ്, മറ്റുള്ളവരുടെ ബിസിനസ് വലുതാക്കാൻ വേണ്ടി എന്താണ് ആളുകൾ റെഡിയാണ്. ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ബിസിനസ് ചെയ്യാൻ, ജോലി ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി അവരെ കൂടെ 40 വർഷം നിൽക്കാൻ ആളുകൾ റെഡിയാണ്. പക്ഷെ സ്വന്തം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ 4 വർഷം സ്വന്തം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തല്ല ആളുകൾ തയ്യാറല്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത്? വാരൻ ബഫറ്റ് പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തം ബിസിനസ്, ഹലോ, നിങ്ങളുടെ സ്വന്തം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വരുന്ന ഒരു 4 വർഷം
നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കേൾക്കുന്നത് നമ്മുടെ കയ്യിലെത്തിക്കുന്നത്. എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് MI ടെക്സ്റ്റൈലിലേക്ക് എന്ത് ചെയ്യുന്നത് കടന്നു വരുന്നത്. ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ 15 വർഷമായിട്ട് എനിക്ക് സ്വിച്ചും വയറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എന്ത് ചെയ്തത് പരിചയമുള്ളത്. അവിടുന്ന് എന്റെ ഒരു സുഹൃത്താണ് എന്ത് ചെയ്യുന്നത് എനിക്ക് ഒരു പ്രോജക്ട് ഷെയർ ചെയ്യുന്നത്. പ്രോജക്ട് ഷെയർ ചെയ്യുമ്പോൾ ബിസിനസ് ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ബിസിനസ് എന്നുള്ളതിലുപരി കുറെ പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ എന്താണ് എനിക്ക് വീട്ടിലേക്ക് ആവശ്യമാണ്. അങ്ങനെ പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെന്ത്. അന്ന് തുടക്കത്തിൽ ഞാൻ ഈ ബിസിനസ് ചെയ്യുമെന്നോ ഈ രീതിയിൽ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കുമെന്നോ ഒന്നും തീരുമാനിച്ചിട്ടല്ല എന്ത് ചെയ്തിട്ടുള്ളത് ഈ ബിസിനസ് കേട്ടിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പക്ഷേ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി കമ്പനിയുടെ ഒരു 50,000 രൂപ സാലറി ജോലിയുണ്ട്. അതോടൊപ്പം തന്നെ എന്തുണ്ട്, ഒരു കമ്പനി ഒരു സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഇലക്ട്രിക്കലിന്റെ പ്ലംബിങ്ങിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. രണ്ടും കൂടി ഏകദേശം മിനിമം പെർ മന്ത് ഒരു 1 lakh വരുമാനം കിട്ടുന്ന ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ പ്രോജക്ട് എന്ത് ചെയ്യുന്നത് കേൾക്കുന്നത്. ഒരു പണിയും ഇല്ലാഞ്ഞിട്ട് എന്ത് ചെയ്തതല്ല, MI ലൈഫ്സ്റ്റൈൽ സെലക്ട് ചെയ്തതല്ല. MI ലൈഫ്സ്റ്റൈലിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ആ പണിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്തത്. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നല്ല വരുമാനമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവാം. 1 lakhും 50,000 ഒക്കെ വരുമാനം, ആ വരുമാനത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇതിന്റെ മേലോട്ടൊന്നും എനിക്ക് പഠനം പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളായിട്ട് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കണ്ടത് എന്താണ് MI ലൈഫ്സ്റ്റൈലിന്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം ഞാനും ഈ ബിസിനസ് കേട്ട സമയത്ത് എന്നെ ഈ ഇങ്ങനത്തെ പ്രോഗ്രാംസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ അപ്ലൈ ലീഡേഴ്സ് ആയിട്ടുള്ള ശൈലേഷ് പാൽ എന്ന് പറയുന്ന ITC ലീഡർ ആണ് എന്റെ മറ്റൊരു അപ്ലൈ ലീഡർ ആയിട്ടുള്ളത്. എന്റെ സ്പോൺസർ വേറെ ആളാണ്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നില്ല. ശൈലേഷ് സാറാണ് എന്ത് ചെയ്യുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ശൈലേഷ് സാറിനെ പല പ്രോഗ്രാമിലേക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസിലേക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ പോവാറുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പ്രയോറിറ്റി എന്തായിരുന്നു, എനിക്ക് പ്രയോറിറ്റി എന്തായിരുന്നു, എന്റെ ജോലിയായിരുന്നു. ഞാൻ 10-30 ലക്ഷം രൂപ കൊടുത്തു തുടങ്ങിയ എന്റെ ബിസിനസ് ആയിരുന്നു, എന്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. പക്ഷേ MI ലൈഫ്സ്റ്റൈലിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ സമയത്ത് പ്രയോറിറ്റി കുറേശ്ശെ ചെയ്യാൻ തുടങ്ങി. MI ലൈഫ്സ്റ്റൈലിൽ ഇടാൻ തുടങ്ങിയ സമയത്ത് അവിടെ 10-15 വർഷം കൊണ്ട് ഉണ്ടാക്കിയ വരുമാനമൊക്കെ ഇവിടെ 1-2 വർഷം കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, ഓവർടേക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ബിസിനസ് സെലക്ട് ചെയ്തപ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം. പ്രോഡക്റ്റിലുള്ള റിസൾട്ട് ആണ് എന്ത് ചെയ്തത്. പലരും ഈ ബിസിനസ് കേൾക്കുമ്പോൾ മണി ചെയിനിന്റെ കുറെ സാധനങ്ങളൊക്കെ മാർക്കറ്റിലുള്ളത് കൊണ്ട് നമ്മൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചറിയാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. നല്ലത് ഏതാ ചീത്ത ഏതാണ് സാധാരണ പറയാറുണ്ട്. ഈ ഗവൺമെന്റ് ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഈ മേഖലയെ പറ്റി പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്, കൈപ്പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ കൈപ്പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ 4 P ഓക്കെ ആയിട്ടുള്ള ഒരു കമ്പനിയെ സെലക്ട് ചെയ്യാവൂ. എന്താണ് 4 P ഓക്കെ ആയിട്ടുള്ള ഒരു കമ്പനിയെ സെലക്ട് ചെയ്യാവൂ. നിങ്ങളിപ്പോ ഇരിക്കുന്നത് ഈ 4 P ഓക്കെ ആയിട്ടുള്ള കമ്പനി ആണോ എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം പറയുന്നത്. 4 P ഓക്കെ ആയിട്ടുള്ള കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു P എന്ന് പറഞ്ഞാൽ പ്രൊഫൈലാണ്. ഒരു കമ്പനി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു തട്ടുതൊടുപ്പ് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കമ്പനിയിൽ എന്ത് ചെയ്തത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് കമ്പനി കണ്ടിട്ടല്ല, അതിലുപരി നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടിട്ടാണ്. യെസ് ഓർ നോ? ഹലോ, നിങ്ങൾ ഒരാൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കമ്പനി എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നല്ലേ? യെസ് ഓർ നോ? അതിനേക്കാൾ നമ്മൾ കമ്പനിയുടെ ടീം കോർഡിനേറ്റർ ആണെന്ന് അറിയാമെങ്കിൽ പോലും കൂടുതൽ നിങ്ങൾ ആരെ വിശ്വസിച്ചാണ് വരുന്നത്? നിങ്ങളുടെ സുഹൃത്തിനോ ബന്ധുവിനോ വിശ്വസിച്ചാണ്. യെസ് ഓർ നോ? ദാറ്റ് മീൻസ് ഒരു ഫേസ് വാല്യൂ ഷെയർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് എന്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രി. അപ്പോ നല്ലൊരു പ്രൊഫൈൽ ഇല്ലാത്തതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവര് കെട്ടിപ്പൂട്ടി പോയാൽ നിങ്ങളുടെ ഫേസ് വാല്യൂ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അപ്പൊ പ്രൊഫൈൽ ഉള്ള ഒരു കമ്പനിയെ നിങ്ങൾ എന്ത് ചെയ്യാവൂ, സെലക്ട് ചെയ്യാവൂ. ഇന്ത്യയിൽ ബെസ്റ്റ് പ്രൊഫൈൽ ഉള്ള രജിത് കുമാർ സാർ പ്ലാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രൊഫൈലിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഇത്ര നല്ല പ്രൊഫൈലുള്ള മറ്റൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഇല്ല എന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. രണ്ടാമത്തെ P എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും പറയാറുണ്ട് പ്രോഡക്റ്റ് ഒന്നും നോക്കണ്ടാവും. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് അവിടെ ലോക്കൽ പ്രൊഡക്റ്റ് കൊടുത്ത് ആ സൂപ്പർ മാർക്കറ്റ് മുന്നോട്ട് പോകുമോ? യെസ് ഓർ നോ? ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന പലരും, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത പലരും ഇവിടെ ഇരിക്കുന്നത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് ഒന്നും മാത്രം. പ്രോഡക്റ്റ് എക്സലന്റ് ആയിരിക്കണം, പ്രോഡക്റ്റ് മൊണോപ്പൊളി ആയിരിക്കണം. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റിയ ക്വാളിറ്റി. പ്രോഡക്റ്റ് അട്രാക്റ്റീവ് ആയിരിക്കണം, പ്രൈസിൽ അട്രാക്റ്റീവ് ആയിരിക്കണം. മാർക്കറ്റിലെ ലീഡിംഗ് പ്രോഡക്റ്റിനെ എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് താഴെ. ചവനപ്രാശ് എടുത്തോട്ടെ, നമ്മുടെ ഹെയർ ഓയിൽ എടുത്തോട്ടെ, പേസ്റ്റ് എടുത്തോട്ടെ, ലിവ്ഗെയിൻ എടുത്തോട്ടെ, പല പ്രൊഡക്റ്റുകളും നമ്മുടെ പ്രൈസ് താഴെ. കോമ്പറ്റേറ്റീവ് പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ P പ്രോഡക്റ്റ് ആണ്. ഇന്ന് ഇന്ത്യയിൽ ബെസ്റ്റ് വെൽനസ് ബ്രാൻഡിനുള്ള 3 തവണത്തെ അവാർഡ് കിട്ടിയ പ്രോഡക്റ്റ്, വൺ ആൻഡ് ഓൺലി പ്രോഡക്റ്റ് നമ്മുടെ ബ്രാൻഡ്
രണ്ടാമത്തെ പി, ഇന്ന് ഇന്ത്യയിൽ കോമ്പറ്റേറ്റ് ചെയ്യാൻ ഒരു കമ്പനി ഇല്ല. മൂന്നാമത്തെ പി എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. ഇത്ര നല്ല പ്രോഫിറ്റ് ഷെയറിംഗ് സിസ്റ്റം ഉള്ള മറ്റൊരു കമ്പനി ഇല്ല. കാരണം ആഴ്ചയിൽ 2,10,000 വാങ്ങുന്ന 2000-ന് മേലെ ആളുകൾ എന്ത് ചെയ്തു കഴിഞ്ഞു? MI ലൈഫ്സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. വെറും 2 ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 2,10,000, മാസം 8,40,000 രൂപ വരെ വാങ്ങാൻ പറ്റുന്ന വളരെ അട്രാക്റ്റീവായ ബൈനറി ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെ കോമ്പറ്റേറ്റ് ചെയ്യാൻ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും കമ്പനികൾ ഇല്ല എന്നുള്ളതാണ് ഇന്നും നമ്മൾ ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കാനുള്ള കാരണം. അടുത്ത പി എന്ന് പറയുന്നത് പ്രൊമോഷൻ ആണ്. മിക്കവാറും കമ്പനികളെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നത് ലീഡേഴ്സ് ആണ്. ഒരു ലീഡർ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം എന്താ? അവൻ ഈഗോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിച്ച് കമ്പനിയായിട്ട് തെറ്റിപ്പോയാൽ ഈ വന്ന ആളുകളൊക്കെ എവിടെയാവും? ഹലോ, ഇന്ന് വന്ന ആളുകൾ പെരുവഴിയിലാവും. ഇങ്ങനെ ആയിട്ടുള്ള ഒരുപാട് കഥകൾ നിങ്ങൾ മാർക്കറ്റിൽ പഠിച്ചാൽ മനസ്സിലാവും. ഒരിക്കലും ഒരു ലീഡർ ഡ്രിവൺ കമ്പനിയിൽ എന്ത് ചെയ്യരുത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു കമ്പനി ഡ്രിവൺ കമ്പനിയിൽ എന്ത് ചെയ്യാവൂ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഇന്ന് MI ലൈഫ്സ്റ്റൈലിന് സ്വന്തമായിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് കമ്പനി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാർവർഡ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ഇത്രയും മികച്ച 4P എക്സലന്റ് ആയിട്ടുള്ള ഇന്ന് ഇന്ത്യയിലെ മികച്ച കമ്പനിയാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഒരു പക്ഷേ നിങ്ങളും ഇതൊന്നും അറിഞ്ഞിട്ടല്ല എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ ഹാളിൽ വന്നിട്ടുള്ളത്. പക്ഷേ എന്താണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള ആളുകളൊക്കെ ആണല്ലോ. അപ്പൊ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മുടെ രക്ഷിതാക്കളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ വിശ്വസിക്കാം. ഇന്ത്യയിലെ മികച്ച പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം എന്നെ എന്ത് ചെയ്തു? വളരെ സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരനാവുന്ന രീതിയിൽ വളർത്താൻ എന്ത് ചെയ്തു? സഹായിച്ചു എന്നുള്ളതാണ്. ആഴ്ചയില് മാസത്തില് 1 ലക്ഷം രൂപ ഞാൻ പറഞ്ഞു 15 വർഷത്തെ എഫേർട്ട് ആണ്. പക്ഷെ 2 വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? പെർ മന്ത് 1 ലക്ഷം വരുമാനം വാങ്ങാനും അടുത്തൊരു 2 വർഷം കൊണ്ട് തന്നെ ആഴ്ചയിൽ 2,10,000 വാങ്ങാനും ഫോർമുലയ്ക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനും കൂടെയുള്ള ഒരുപാട് പേർക്ക് ഈ രീതിയിൽ വരുമാനങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഇന്നും എന്റെ ടീമിൽ 3 NTC ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും 10-ന് മേലെ RTC ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും 30-ന് മേലെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മാത്രം സക്സസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ല എന്ത് ചെയ്യുന്നത് ശ്രീജിത്ത് ശ്രീധരൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ കൂടെയുള്ള ഒരുപാട് പേരെ സക്സസ് ക്രിയേറ്റ് നിങ്ങളോട് സംസാരിച്ച പല ലീഡേഴ്സും എന്താണ് അവരുടെ മാത്രം വിജയകഥ അല്ല അവരിലൂടെ നിങ്ങളോട് പറഞ്ഞത്. അവരുടെ കൂടെ ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തത് അവരുടെ വളർച്ച ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ത് ചെയ്തിട്ടുള്ളത് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. അറിയില്ലേ? ഷാരൂഖ് ഖാൻ ഇന്ത്യയിലെ ഒരു മികച്ച ആക്ടറാണ്. ഷാരൂഖ് ഖാൻ ഒരു കഥയുണ്ട്. ഷാരൂഖ് ഖാൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വളരെ സാധാരണ ഫാമിലി ജനിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ 20 വയസ്സിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അമ്മ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അമ്മ മരണപ്പെടുന്ന സമയത്ത് അച്ഛന് ക്യാൻസർ ആണ്. അങ്ങനെ 25-ാം വയസ്സിൽ ഫാദറും മരണപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു. ആ പെങ്ങള് മെന്റലി ഡിസേബിൾഡ് ആണ്. അവിടുന്ന് ഇദ്ദേഹം തുടങ്ങിയ ഒരു ജേർണി ഉണ്ട്. ആ ജേർണി ഇന്ന് എത്തി നിൽക്കുന്നത് ദുബായിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം നിൽക്കുന്നത്. ഇന്ത്യയിലെ മികച്ച ബെസ്റ്റ് വേൾഡ് ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഷാരൂഖ് ഖാന്റെ വളർച്ച. ഞാൻ ഷാരൂഖ് ഖാന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യം പറഞ്ഞത്. ഷാരൂഖ് ഖാൻ ഇത് നേടിയത് ഒരു ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കൊണ്ടാണ്. യെസ് ഓർ നോ? ഏതാണ് ആ ഇൻഡസ്ട്രി? ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഡിയർ ഫ്രണ്ട്സ്, ഒരു ഇൻഡസ്ട്രി ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഈ സാധാരണക്കാരൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഒരു ഇൻഡസ്ട്രി അല്ല, ഒരുപാട് ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ കൂടെ ഉണ്ട്. ഒന്ന്, നിങ്ങളെ കണ്ട വെൽനസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി. അസുഖങ്ങളെ ചികിത്സിക്കുന്നതിന് പകരം അസുഖങ്ങളെ പ്രതിരോധിക്കുന്ന രീതി നല്ലതാണോ ചീത്തയാണോ? ഹലോ, അസുഖങ്ങൾ വരുന്നതാണോ വന്നിട്ട് ചികിത്സിക്കുന്നതാണോ നല്ലത്? വരുന്നതിന് മുമ്പ് പ്രതിരോധിക്കുന്നതാണോ? അല്ലെങ്കിൽ തുടക്കത്തിൽ വേരോടെ പിഴുതെറിയുന്നതാണോ നല്ലത്? അപ്പൊ തീർച്ചയായും വെൽനസ് ഇൻഡസ്ട്രി. രണ്ടാമത്തെ ഇൻഡസ്ട്രി റീറ്റെയിൽ ഇൻഡസ്ട്രി. ഇന്ന് ലുലു പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് എന്താണ്? റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. നമ്മളിവിടെ റീറ്റെയിൽ ഇൻഡസ്ട്രി ഒരുപാട് ഹോം ഷോപ്പുകൾ
ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അടുത്തത് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി. ഒരു 2000 രൂപയുടെ പ്രൊഡക്റ്റ് ഒക്കെ റീപർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാം. വീട്ടിലേക്ക് എന്ത് ചെയ്യും? കമ്പനി ഫ്രീ ആയിട്ട് അയച്ചു തരും. ഇതെന്താ നിങ്ങൾ മാർക്കറ്റിൽ സാധാരണ പറയുക? ഇ കൊമേഴ്സ് എന്നാണ്, ഇലക്ട്രോണിക് കൊമേഴ്സ് അല്ല, എം കൊമേഴ്സ് എന്നാണ്, മൊബൈൽ കൊമേഴ്സ് എന്നാണ്. ഈ മൊബൈൽ കൊമേഴ്സ് കോടികളുടെ ടേൺ ഓവർ ആണ്, ഫ്യൂച്ചർ ഇൻഡസ്ട്രി ആണ്. മൊബൈൽ കൊമേഴ്സിൽ ഞാനും നിങ്ങളും ഇന്നുണ്ട്. ഇന്ത്യ ഷോപ്പി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം MI ലൈഫ്സ്റ്റൈലിന്റെ മൊബൈൽ കൊമേഴ്സ് ആണ്. ഹലോ, അടുത്ത 4ാമത്തെ ഇൻഡസ്ട്രി എന്താണ്? അഗ്രികൾച്ചർ ഇൻഡസ്ട്രി. അഗ്രികൾച്ചർ ഇൻഡസ്ട്രി വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ജൈവ വളങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് വലിയൊരു മേഖലയാണ്. കോടികളാണ്, 3 lakh crore ടേൺ ഓവർ എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മളെല്ലാം ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഞാൻ പറഞ്ഞു വരുന്നത്, ഷാരൂഖ് ഖാൻ ഒരു ഇൻഡസ്ട്രി കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ മികച്ച 3000 കോടിക്ക് മേലേറ്റാണ് അദ്ദേഹത്തിന്റെ എന്ത് 3000 കോടിക്ക് മേലേറ്റാണ് അദ്ദേഹത്തിന്റെ ആസ്തി. അപ്പൊ ഇത് ഒറ്റ ഇൻഡസ്ട്രി കൊണ്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയതെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ 5 ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ, ഫിലിം ഇൻഡസ്ട്രി ഒരു ഷാരൂഖ് ഖാനെയാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ, ഈ MI ലൈഫ്സ്റ്റൈലിലൂടെ ലക്ഷക്കണക്കിന് ഷാരൂഖ് ഖാൻമാരെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നതെന്നുള്ള മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ ദിവസം എന്താണ്? വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടുന്ന ദിവസം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വയ്ക്കുന്ന സമയമാണ്. നിങ്ങൾ പുതുതായിട്ട് വന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല, കാരണം ഇപ്പൊ നിങ്ങൾക്ക് അത് അങ്ങനെയായിട്ട് തോന്നിക്കോളുന്നില്ല, നിങ്ങൾ ഇത് പഠിക്കുന്നതോറും മനസ്സിലാക്കുന്നതോറും എന്ത് ചെയ്യും? ഇതിന്റെ സാധ്യത കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ എനിവേ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സുവർണ ദിവസങ്ങളിൽ നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യാപാര ഭവനിൽ ഇന്ന് നിങ്ങൾ പ്ലാൻ കേട്ട ഈ ദിവസമാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ എഴുതി വെക്കുന്ന ഒരു ദിവസം ഉണ്ടാവും, നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, എന്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു ശക്തി, പ്രപഞ്ച ശക്തി, നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, ഇത്രയും നേരം ഈ ഒരു പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ